ഇൻഫിനിറ്റി കാസ്റ്റിലെ മൂവിക്ക് ശേഷം ഒരു കാര്യം മനസ്സിലായി. രംഗോക്കു അക്കാസയ്ക്ക് ഒരു എതിരാളിയായിരുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ടാൻജിറോ ഗിയോ ആയിട്ടുള്ള അക്കാസയുടെ ഫൈറ്റ്. ഫൈറ്റിനിടയിൽ അക്കാസയുടെ ബ്ലഡ് ഡീമൺ ആർട്ടായ ഡെഡ് കോമ്പസ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ടാൻജിറോ കണ്ടുപിടിക്കുകയുണ്ടായി. ഹൈലി ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളവരെയും ആക്രമണ സ്വഭാവമുള്ളവരെയും സെൻസ് ചെയ്യാനുള്ള കഴിവ് അക്കാസയുടെ ബ്ലഡ് ഡീമൺ ആർട്ടിനുണ്ട്. ഇതിലൂടെ എതിരാളിയുടെ മൂവ്മെന്റ് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ അക്കാസയ്ക്ക് സാധിക്കും. ഡീമൺ സ്ലെയറിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ഹാഷിറമാരിൽ ഒരാളാണ് രംഗോക്കു. രംഗോക്കുവിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. താൻ മരിക്കുമെന്ന് ഉറപ്പായാൽ പോലും എതിരാളിയെ വീഴ്ത്തിയിട്ടേ താൻ വീഴുമെന്ന നിശ്ചയദാർഢ്യമാണ് അക്കാസയ്ക്കെതിരായുള്ള ഫൈറ്റിൽ രംഗോക്കുവിന് വിനയായത്. വേണമെങ്കിൽ അക്കാസയ്ക്ക് ഒരൊറ്റ പഞ്ചിൽ തന്നെ രംഗോക്കുവിനെ വധിക്കാമായിരുന്നു. എന്നിട്ടും അക്കാസ അത് ചെയ്യാതിരുന്നത് രംഗോക്കുവിനെ ഒരു ഡീമണായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിട്ടാണ് രംഗോക്കു മടങ്ങിയത്. ഇതിൽ നിന്ന് തന്നെ രംഗോക്കുവിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളതെന്ന് താഴെ കമന്റ് ചെയ്യാം.